മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ മാനസിക പ്രശ്നങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വ്യക്തികളോടുള്ള അഡിക്ഷനാണ്. ഈ ഡ്രഗ്സിനോടോ അല്ലെങ്കിൽ ആൽക്കഹോളിനോടോ അല്ലെങ്കിൽ സ്മോക്കിംഗ് സ്റ്റഫിനോടുള്ള അഡിക്ഷൻ എന്ന് പറയുന്നത് അത് മാത്രമാണ് നമ്മൾ അഡിക്ഷൻ എന്ന് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ വ്യക്തികളോടുള്ള അഡിക്ഷൻ. അതായത് ഒരു വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങിപ്പോവുക. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിന് പുറമേ നിന്ന് ചിന്തിക്കുമ്പോൾ അത്രയും ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമാണ് അവർക്ക് എന്ന് തോന്നിപ്പോകും. പക്ഷേ അവർ ഇൻഡെപ്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെ എന്തോ ചെറിയ പ്രശ്നമുണ്ട്. അതായത് അവർ അവരെ തന്നെ മറന്നു പോവുകയാണ്. അവരുടെ ഡെയിലി റുട്ടീൻസിൽ നിന്ന് അവർ പുറകോട്ട് പോവുകയാണ്. അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് അവർ പുറകോട്ട് പോവുകയാണ്. അവർ ചെയ്യുന്ന ജോലിയിൽ നിന്ന് അവരുടെ ഫോക്കസ് മാറിപ്പോവുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് മാത്രം അഡിക്റ്റഡായി നിൽക്കുമ്പോൾ ഇപ്പോൾ ഡ്രഗ്സോ അല്ലെങ്കിൽ ആൽക്കഹോളോ മറ്റുമൊക്കെ ഒരു ദിവസത്തിൻ്റെ ഇത്ര സമയം കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അവൻ സമാധാനിച്ച് പോയി കിടന്ന് ഉറങ്ങിയേക്കാം. പക്ഷെ ഒരു വ്യക്തിയിലേക്ക് അഡിക്റ്റായി പോകുമ്പോൾ ആ വ്യക്തി എന്ന് പറയുന്നത് 24/7 ഇവരുടെ മുമ്പിൽ അവൈലബിൾ ആണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ലേഡി ഇതുപോലൊരു പ്രശ്നവുമായിട്ട് വന്നപ്പോൾ ഞാൻ അവരോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ അവർക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ സെൽഫ് വാല്യൂ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മറ്റൊരാളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ജോലിയുമായിട്ട് തിരക്കിലാണ്. അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ പിറകിലായിരിക്കാം, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് എൻഗേജ്ഡ് ആയിരിക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ അദ്ദേഹം വീട്ടിൽ സുഖമായി കിടന്നുറങ്ങുകയായിരിക്കാം. ഈ സമയത്താണ് ഈ പറയുന്ന ആൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, ഡിപ്രസ്ഡ് ആവുക അല്ലെങ്കിൽ ടെൻസ്ഡ് ആവുക, അങ്ങനെ ആകെ സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു മൊമെൻറ്റിലേക്ക് മാറിപ്പോവുക. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി, നിങ്ങളുടെ സെൽഫ് വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി, നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങളൊന്ന് മാറി ചിന്തിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിച്ചു നോക്കുക. ആ ഒരു വാചകം അവരുടെ മനസ്സിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും അവരിപ്പോൾ ഏകദേശം അവരെ തന്നെ സ്നേഹിച്ചു തുടങ്ങി, അവരുടെ ലക്ഷ്യങ്ങളുമായിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഇപ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങൾ 2026 തന്നെ എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, അതൊക്കെ എനിക്ക് ചെയ്തു തീർക്കണം എന്നുള്ള രീതിയിൽ എനിക്കൊരു ബക്കറ്റ് ലിസ്റ്റൊക്കെ അയക്കുകയുണ്ടായി. അപ്പോൾ ഈ വ്യക്തികളിലേക്കുള്ള അഡിക്ഷൻ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അത് പെട്ടെന്നൊന്നും മാറുന്നൊരു കാര്യമായിരിക്കില്ല. പതുക്കെ നമ്മുടെ സെൽഫ് വാല്യൂ മനസ്സിലാക്കി, നമ്മുടെ സെൽഫ് വാല്യൂ പലരുടെയും മുൻപിൽ അടിയറവ് വെച്ച് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി ജീവിക്കാതെ നമ്മുടെ ആ ഒരു പർപ്പസുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നത്. ബാക്കിയുള്ള സ്നേഹമൊക്കെ, മറ്റുള്ളവരിൽ നമുക്ക് കിട്ടുന്ന സ്നേഹമൊക്കെ അതൊരു ബോണസ് ടിപ്പായിട്ട് കാണുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്.